لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين أما بعد. ഞാൻ എനിക്ക് പറയാനുള്ളൊരു ഏരിയയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ വീട്ടിൽ കുറച്ച് സ്പേസ് കൂടുതലുള്ള, കുറച്ച് കൂടുതൽ സ്ഥലമുള്ളൊരു ഏരിയ ഉണ്ട്. അടുക്കളയല്ല, നമ്മുടെ റൂമല്ല, വീട്ടിലേക്ക് കയറി വരുന്ന സിറ്റ് ഔട്ടും അല്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ പറയാറുള്ളൊരു ഡൈനിങ് ഹാളെന്നോ അല്ലെങ്കിൽ ഹാളെന്നൊക്കെ വിളിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേ ദിവസം എല്ലാവരും ഒന്ന് കൂടിയിരിക്കൽ, അതേപോലെ തന്നെ വിരുന്നുകാർ വന്നാൽ, ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ ഒന്നിച്ചിരിക്കൽ, ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം ഇരുന്ന് തമാശ പറയലും കാര്യം പറയലൊക്കെ അവിടെയാണ്. എന്നതുപോലെ എല്ലാവരും ദുഃഖിച്ച് നിൽക്കുന്നൊരു ദിവസം ആ ഹാളിന് സാക്ഷിയാകാനുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എങ്കിൽ നിങ്ങൾക്കിത് ശരിക്കൊന്ന് ഫീൽ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ മയ്യത്ത് നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ കട്ടിൽ പിടിച്ച് പുറത്തേക്കിട്ട് ആ ഹാളിലേക്കിട്ട് അതിൽ നമ്മുടെ മയ്യത്ത് കിടത്തുന്ന ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നുകിൽ പുതിയ ഒരു വെള്ളത്തുണിയോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരോ ഉപയോഗിച്ചിരുന്ന ഒരു വെള്ളത്തുണിയോ പെട്ടെന്ന്, കാരണം മരണം അപ്രതീക്ഷിതമാണല്ലോ, പെട്ടെന്ന് ഷെൽഫിൽ നിന്ന് ആരോ പോയി എടുത്തൊരു പഴയ ബാപ്പ ധരിക്കുന്നതോ ആരോ എടുക്കുന്നൊരു വെള്ളത്തുണി കൊണ്ടുവന്ന് നമ്മുടെ മേലിൽ മൂടി വെക്കുന്നൊരു ദിവസങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ മയ്യത്താണത്. അന്ന് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ എത്തും. ദൂരത്തുള്ളവരും നമ്മളെ പഴയ ബന്ധത്തിലുള്ളവരും നമ്മുടെ വീട് കാണാത്തവരൊക്കെ അവിടെ എത്തും. പതിയെ ഹാളിലേക്ക് കയറി വന്ന് നമ്മളെ ഒന്നിങ്ങനെ ചുറ്റി, നമ്മളെ കിടത്തിയ കട്ടിലിനൊന്നിങ്ങനെ ചുറ്റിയിട്ട് നമ്മുടെ മുഖം ഒന്ന് അവർ കാണും. പതിയെ അവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. പൊട്ടിച്ചിരികളും തമാശ പറച്ചിലുകളും ഇല്ലാത്തൊരു ഹാളായി അതന്ന് മാറും. കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, മയ്യത്ത് കുളിപ്പിക്കില്ലേ എന്ന് ചോദിക്കും. കുളിച്ചോ എന്നും കുളിച്ചടി എന്നും കുളിച്ചടാ എന്നൊക്കെ ഉമ്മ ചോദിക്കുന്ന ചോദ്യം അവിടുന്ന് ഒന്നിങ്ങനെ ചേഞ്ച് ആവുകയാണ്. കുളിപ്പിക്കില്ലേ എന്നാണ്. അതിന് എക്സ്പേർട്ടായ ആളുകൾ നാട്ടിൽ നിന്ന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. റൂമൊക്കെ കിടത്തും. ആരും ഇല്ലാത്തൊരു പ്രദേശത്തേക്ക് കടത്തി നമ്മുടെ വസ്ത്രം അവർ ഊരിയിടും. അവസാനം കഴിച്ച ഭക്ഷണത്തിലെ ആമാശയത്തിൽ ബാക്കി നിൽക്കുന്നതിന് പതുക്കെ അവർ തടവി, വേണമെങ്കിൽ മുതുകത്തൊന്നിങ്ങനെ തള്ളി ഒന്ന് എണീപ്പിച്ചിരുത്തി ഒന്നുകൂടി അടിവയറ്റിൽ തടുകി ആ മാലിന്യം പുറത്തു പോകും. വുളൂടുപ്പിച്ച് തരും, കുളിപ്പിക്കും വൃത്തിയായി. പുതിയതായി കൊണ്ടുവന്ന തോർത്തുമുണ്ട് ഉപയോഗിച്ച് നമ്മളെ പതിയെ ഒപ്പിയെടുക്കും. സുഗന്ധദ്രവ്യങ്ങൾ പൂശും. ഷെയ്പ്പാക്കേണ്ടതില്ലാത്ത, ലെങ്ത്ത് കട്ട് ചെയ്യേണ്ടതില്ലാത്ത അവസാനത്തെ ഡ്രസ്സ് നമുക്ക് വേണ്ടി ഒരുക്കപ്പെടും. അതിലേക്ക് കടത്തി ചില കെട്ടുകൾ കെട്ടി നേരത്തെ കിടത്തി അതേ സ്ഥലത്തേക്ക് എത്തും. ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്നൊരു ചോദ്യം മുറ്റത്ത് തടിച്ചുകൂടിയ ആളുകളുടെ ചെവിട്ടിലെത്തും. നമ്മുടെ ഫ്രണ്ട്സ് ഒന്നുകൂടി കൈപൊക്കുണ്ട്, കാണാത്തത് കൊണ്ടല്ല, ഇനി അവളെ കാണാൻ കഴിയില്ലല്ലോ. പതിയെ അവർ നമ്മളെ കിടത്തിയ ഭാഗത്തേക്ക് കയറി വരുമ്പോൾ ഷൂസിൻ്റെ ലേസ് കെട്ടിയതുപോലെയുള്ള തലയുടെ ഭാഗത്തെ കെട്ട് കുളിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പതിയെ അഴിക്കും, മുഖം കാണിച്ചു കൊടുക്കും, കണ്ട് തിരിച്ചറിഞ്ഞു. അങ്ങനത്തെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തിലേക്ക് നമ്മൾ എത്തിയത് എവിടെ നിന്നാണെന്നറിയോ? എത്തിയത് 3 മാസത്തോളം വരുന്ന, അല്ല 3 കിലോഗ്രാമോളം വരുന്ന തൂക്കമുള്ള നമ്മെ 3 ഇരുട്ടറകൾക്കുള്ളിൽ 9 മാസങ്ങൾക്ക് ശേഷം നമ്മൾ പുറത്തു വന്നു. ആ വന്ന ദിവസത്തെയാണ് നമ്മൾ DOB എന്ന് ഫോം ഫില്ല് ചെയ്യുമ്പോൾ അവിടെ എഴുതുന്ന ഡേറ്റ്, അതാണ് ഡേറ്റ് ഓഫ് ബർത്ത്. അത് കഴിഞ്ഞ് ശൈത്യം കാലം കഴിഞ്ഞ് ഉഷ്ണകാലവും പിന്നിട്ട് ഒരുപാട് ബലി പെരുന്നാളുകളും ഒരുപാട് ചെറിയ പെരുന്നാളുകളും ഉണ്ടും ഈദ്ഗാഹിൽ പങ്കെടുത്തും കഴിഞ്ഞ് പതിയെ കമഴ്ന്ന് കിടക്കാനും മലർന്ന് കിടക്കാനും ഇരിക്കാനും എണീറ്റ് നിൽക്കാനും പിടിച്ച് പതുക്കെ പതുക്കെ നടക്കാനും പിന്നെ പിടി ആവശ്യമില്ലാതെ പതിയെ പതിയെ നടന്ന് ലോവർ പ്രൈമറി പിന്നിട്ടു, അപ്പർ പ്രൈമറി പിന്നിട്ടു, ഹൈസ്കൂൾ പിന്നിട്ടു,
ഹയർ സെക്കൻഡറി പിന്നിട്ടു. ഇപ്പോൾ ഞാൻ എന്ന വ്യക്തി എത്തി നിൽക്കുന്ന ഒരു പ്രായമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്നു ഇവിടെ, ഈ നിൽക്കുന്ന ഒരവസ്ഥയിൽ ആർ യു ഹാപ്പി? നമ്മൾ ഹാപ്പിയാണോ? നമ്മൾ സന്തോഷവതിയാണോ? അല്ലെങ്കിൽ നമ്മൾ സന്തോഷവാന്മാരാണോ എന്ന് നമ്മൾ സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സ് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ, കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഖിയാമ. സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന, അതല്ല, സത്യം ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ. സത്യമായ ഒരു കാര്യത്തെ പിടിച്ച് അള്ളാഹ് സത്യം ചെയ്യുകയാണ്. അന്ത്യനാള് തന്നെയാണ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് തന്നെയാണ് സത്യം. രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. കുറ്റപ്പെടുത്തുന്ന മനസ്സ് തന്നെയാണ് സത്യം. അന്ത്യനാൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പിടിച്ച് സത്യം ചെയ്തത്. അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുന്ന, നമ്മളെ ഡീമോട്ടീവ് ചെയ്യുന്ന, അതല്ലെങ്കിൽ നമ്മളെ മനസ്സാക്ഷി കുത്തു എന്നൊക്കെ പറയുന്ന ആ ഒരു മനസ്സുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനസ്സിനെ പിടിച്ച് സത്യം ചെയ്ത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത എന്താണെന്നോ? അതിങ്ങനെ ഫോർവേഡാണ്, സ്ട്രൈറ്റ് ആണ്. അത് തിരിയലും മറിയലൊന്നുമില്ല. നല്ല രൂപത്തിൽ അതിങ്ങനെ മുന്നോട്ട് പോകും. നമ്മൾ വ്യതിചലിക്കുമ്പോൾ അത് ഉള്ളിലിരുന്ന് നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും, നമ്മളെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, വല്ലാത്ത ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കും. കാരണം അതിൻ്റെ പ്രകൃതത്തിൽ നിന്നും അതിനെ നമ്മൾ മാറ്റി സഞ്ചരിപ്പിക്കുകയാണ്. കാണാൻ പാടില്ല എന്ന് പറഞ്ഞതിലേക്ക് നമ്മുടെ കണ്ണ് നോക്കുമ്പോൾ അത് മനസ്സിന് ഇഷ്ടപ്പെടില്ല. കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മുടെ കാതുകളെ കേൾപ്പിക്കുമ്പോൾ അത് മനസ്സിന് ഇഷ്ടപ്പെടില്ല. ചെയ്യരുത്, നോ എന്ന് പറഞ്ഞിടത്തേക്ക് യെസ് മോളി നമ്മുടെ ശരീരവും നമ്മുടെ കണ്ണും കാതും പോകുമ്പോൾ അതിനിഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും, വല്ലാത്ത പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനാ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സാക്ഷി കുത്ത് എന്ന് പറയാറുള്ളത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ മനസ്സ് വെളുത്തതാണോ കറുത്തതാണോ? അതല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ. ഒരടിമ ഒരു തിന്മ ചെയ്താൽ, ഇത് കേൾക്കണേ നിങ്ങൾ, നമ്മുടെ മനസ്സിന്റെ വെളുപ്പും കറുപ്പും തീരുമാനിക്കേണ്ട സമയമാണിത്. എത്ര കണ്ട് ശതമാനം ബ്ലാക്ക് ആയിട്ടുണ്ട്, അതല്ല 100% എൻ്റെ മനസ്സ് കൽബ് വൈറ്റ് ആണോ എന്ന് നമ്മളൊന്ന് നോക്കണം. റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഒരു അടിമ തിന്മ ചെയ്താൽ നുക്തതു ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ. അവന്റെ മനസ്സിൽ ഓരോ തിന്മക്കും ഓരോ കറുത്ത പുള്ളി വരുമെന്നാണ്. ഓരോ കറുത്ത പുള്ളി വരും എന്ന് പറഞ്ഞാൽ ബേസ് കളറ്, നമ്മുടെ മനസ്സിൻ്റെ അടിസ്ഥാനപരമായ നിറം ഏതാണെന്നറിയോ? നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന സമാധാനത്തിൻ്റെ നിറമെന്ന് ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെളുത്ത നിറമാണ്. ആ വെളുത്ത നിറത്തിലേക്ക് ഇടയ്ക്കിടെ ഓരോ കറുപ്പ് കുത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെപ്പോഴാ? അത് തിന്മ ചെയ്യുമ്പോഴാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ള ഡെഫിനിഷൻ പറഞ്ഞു എന്താണ് തിന്മ എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂല് പറയണേ, നമ്മുടെ ഹാപ്പിയിൽ, നമ്മൾ സന്തോഷിക്കുന്ന വിഷയത്തിൽ, നമുക്ക് ആനന്ദം ഉണ്ടാകുന്ന വിഷയത്തിൽ, അടിച്ചു പൊളിക്കണം ജീവിതം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആസ്വദിക്കുന്ന വിഷയത്തിൽ, അതെ, തിന്മക്ക് ചില റോളുകൾ ഉണ്ട് എന്നാണ് റസൂലുള്ളാഹിനോട് ഒരേ സമയത്ത് 2 ചോദ്യം ചോദിച്ചത്. മൽ ബിർ വൽ ഇസ്മ. നബി, എന്താണ് ബിർ, പുണ്യം എന്ന് പറഞ്ഞാൽ, എന്താണ് പാപം എന്ന് പറഞ്ഞാൽ? ആദ്യം റസൂലുള്ളാഹി ബിർ വിശദീകരിച്ചു. ഹുസ്നുൽ ഖുൽഖാണ്, സൽസ്വഭാവമാണ് നന്മ എന്ന് പറഞ്ഞാൽ, പുണ്യം എന്ന് പറഞ്ഞാൽ. എന്നാൽ വൽ ഇസ്മ, പാപം എന്ന് പറഞ്ഞാൽ, മഹാക്ക ഫി നഫ്സിക, നിന്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാവും, നിനക്കൊരു പ്രയാസം ഉണ്ടാവും, ചെയ്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തോന്നും, വേണ്ടിയിരുന്നില്ല എന്ന് മനസ്സ് പറയും. മാത്രമല്ല റസൂലുള്ളാഹി ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, വകറഹ്ത അൻ യത്തലി അലൈഹിന്നാസ്, ജനങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്കത് വലിയ ഇഷ്ടാവൊന്നുമില്ല, അങ്ങനത്തതാണത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആരും അറിയരുത് എന്ന് വിചാരിച്ച് എൻ്റെ റൂമിൻ്റെ ഡോറ് ഞാൻ കുറ്റിയിട്ടിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കാറ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ചില ലോക്കുകൾ ഈ സാധനത്തിലേക്ക് വരാറുള്ളത്. അറിയരുത് എന്ന ചേതോ വികാരമാണ് ചില നിലപാടുകൾ സ്വീകരിക്കുന്നിടത്തും ചില സ്റ്റെപ്പുകൾ എടുക്കുന്നിടത്തും
നമുക്ക് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്കൊരു ചിത്രം കാണാം. നോക്കൂ, ഈ ചിത്രം ഒരു ജലാശയമാണ്. ആ ജലാശയത്തിലേക്ക് ഒരു കല്ല് വീണിട്ടുണ്ടായിരുന്നു. കല്ലടിയിൽ പോയിട്ടുണ്ട്. ആ കല്ല് വീണതിന് ശേഷം ആ വെള്ളത്തിൽ ഇങ്ങനെ ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിൽ അതൊരു ത്രില്ലായിരുന്നു. ഇങ്ങനെ വെള്ളം കാണുമ്പോൾ അതിലേക്കൊരു കല്ലെടുത്തിടുക എന്നുള്ളത്. നിങ്ങൾ എത്ര ആള് കല്ലെടുത്തിട്ടുണ്ട് എന്നറിയില്ല. എന്നാലും ഒരു ചെറിയ കല്ലെടുത്ത് ഒരു ജലാശയത്തിലേക്ക് ഇടുമ്പോൾ അവിടെ ആ ജലാശയത്തിൽ ഒരു ചെറിയ ഓളം വരാനുണ്ട്. ഒരു ചെറിയ കുട്ടി ഒരു ജലാശയത്തിൻ്റെ ചാര നിന്ന് ഒരു ചെറിയ മണിക്കല്ലെടുത്ത് അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അവനൊരു കൗതുകം വരാനുണ്ട്. അപ്പോൾ അവൻ ആ കൗതുകം ഒന്നുകൂടി വർദ്ധിപ്പിച്ച് ഒന്നുകൂടി ചെറിയൊരു കല്ലെടുത്ത് അതിലേക്കിടും. ഒന്നുകൂടി ആ വലയം എന്ത് ചെയ്യും? വലുതായി തീരും എന്നാണ്. അടുത്തത് വീണ്ടും അവൻ ഈ ഒരു കൗതുകത്തോടു കൂടി കുറച്ച് അവൻ്റെ കയ്യിലേക്ക് കൊള്ളാവുന്നതിലും അപ്പുറം രണ്ട് കൈയിലും പിടിച്ച് ഒരു കല്ലിട്ടാൽ ഒന്നുകൂടി ആ ഓളം വലുതാകും. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ജീവിതമാകുന്ന ജലാശയത്തിലേക്ക് ചെറുതും വലുതുമായ തിന്മയാകുന്ന കല്ലുകൾ വന്നു വീഴുമ്പോൾ അവിടെ ചില ഓളങ്ങൾ സൃഷ്ടിക്കാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ലഹരി കടന്നു വന്നാൽ ആദ്യം ഒന്ന് ത്രില്ലാവും, ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടത്ത് കൂടാനാവും. അവരൊക്കെ എങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഞാനെങ്ങനെ വിട്ടു നിൽക്കും എന്നായിരിക്കാം. അതൊരു രസമായിരിക്കാം, ഒരൊറ്റ പഫായിരിക്കാം, ഒന്ന് വെക്കലായിരിക്കാം, ഒന്ന് കയ്യിലേക്ക് മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്തതാകാം. പക്ഷേ അതൊരു കൗതുകമായിരുന്നു. ആ കൗതുകം ഒന്നുകൂടി വളർന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. പിന്നെ അത് തീർത്താൽ തീരാത്ത രൂപത്തിലേക്ക്, ജീവിതത്തെ മുഴുവനായി ഓളങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് ആ ലഹരി ഉപയോഗം കടന്നു വന്നവർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഫ്രണ്ട്സായി ഉണ്ടാകും എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഒരു അപരിചിതമല്ല. 22 വയസ്സുകാരനെ പേരൻസ് ബാംഗ്ലൂരിലെ ഒരു പബ്ബിൽ നിന്നും അങ്ങനെ പിടിച്ച് പൊക്കിക്കൊണ്ടുവന്ന് കൗൺസിലറുടെ മുമ്പിലിരുത്തിയ ഒരു അനുഭവമുണ്ട്. പറഞ്ഞത് എന്താണെന്നറിയോ? സാധാരണ പബ്ബിൽ ഉപയോഗിക്കുന്ന കുറേ ഡ്രഗ്സ് ഉണ്ട്, ഇവൻ അതും പോരാഞ്ഞിട്ട് കുറച്ചുകൂടി ഡോസ് ഉള്ളത് കയ്യിൽ കരുതി ഉള്ളിലേക്ക് കയറിയതാ. അവിടെയുള്ള പാറാവുകാരെ പിടിച്ചു പൊക്കി നേരെ സ്റ്റേഷനിലേക്ക് വിട്ടതാ. അവിടുന്ന് ലക്ഷങ്ങൾ എറിഞ്ഞിട്ടാണ് എളാപ്പാരും മൂത്താപ്പാരും നാട്ടിൽ നിന്ന് പോയിട്ട് വേഗം അവനെ എന്ത് ചെയ്യുന്നത്, എടുത്തു കൊണ്ടുവരുന്നത്. നേരെ കൊണ്ടുവന്ന കൗൺസിലർ മുമ്പിലേക്കാ. അവൻ ജീവിതം ഇങ്ങനെ വിശദീകരിക്കുക. 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അഡിക്ഷൻ ഉണ്ടോയെന്ന്. അവൻ പറഞ്ഞത് 8ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി ഇപ്പോഴും ഉപയോഗിക്കണമെന്ന് പറയാം, എനിക്ക് അഡിക്ഷനൊന്നും ഇല്ലയെന്ന്. അവനെയല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ വിളിക്കുക? അതുകൊണ്ട് നമ്മൾ അറിയുക, അവൻ ഇന്ന് എത്തി നിൽക്കുന്നൊരു രംഗമുണ്ട്. അവൻ അവസാനം 2 മണിക്കൂറോളം സംസാരത്തിന് ശേഷം 1.25 മണിക്കൂറും അവൻ സംസാരിച്ചു. അവസാനം ചില നിർദ്ദേശങ്ങൾ വെക്കുമ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ അവൻ ഇരുന്ന് കരഞ്ഞ് അവൻ മുന്നിലിരിക്കുന്ന മേശയിലേക്ക് പതുക്കെ അവൻ്റെ തല വെച്ചു. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയോ? ഇടയ്ക്കിടക്ക് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നൊന്ന് വിട്ടു നിൽക്കണമെന്ന് ആലോചിക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ അത് കഴിയുന്നില്ല എന്നാണ് അവൻ കാരണം അവൻ്റെ ജീവിതത്തെ ഓളങ്ങൾ സൃഷ്ടിച്ചിരുന്നു. രണ്ടാമത്തെ ഒരു പിക്ചർ നിങ്ങളൊന്ന് നോക്കൂ. രണ്ടാമത്തേത് ഇതൊരു പക്ഷേ ഒരു ഗ്ലാസ്സാണ്, ഒരു മിററായിട്ട് നിങ്ങൾ കണക്കൂട്ടി. നമ്മളെ ചില മാളിലേക്കൊക്കെ ചെന്നാൽ, അതല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ചെന്നാൽ നമ്മുടെ മുഴുവനായും കാണുന്ന ഒരു മിറർ, ഒരു കണ്ണാടി നമുക്ക് കാണും. ആ കണ്ണാടിയുടെ കുറച്ചിപ്പുറത്തൊരു 40 മീറ്റർ ഇപ്പുറത്ത് നിന്നിട്ട് ഒരു ചെറിയ കല്ലെടുത്തിട്ട്, നമ്മളൊക്കെ ഇങ്ങനെ റോട്ടിൽ കാണുന്ന ചെറിയൊരു കല്ലെടുത്തിട്ട് ഒരു 40 മീറ്റർ ഇപ്പുറത്ത് നിന്ന് ആ കണ്ണാടിയിലേക്കൊന്ന് എറിഞ്ഞാൽ ആ കണ്ണാടി ഒരു പക്ഷേ പൊട്ടി താഴെ വീണൊന്നുമില്ല, അതിലിങ്ങനെ ചിന്നിച്ചിതറും. എന്നിട്ട് നമ്മളൊന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് നമ്മുടെ ഷേപ്പ് ഒന്ന് നോക്കി വെക്കുക. നമ്മളതിൽ 8 ആളായി കാണുന്നുണ്ടാവും, നമ്മളെ 10 രൂപമായി കാണുന്നുണ്ടാവും. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ, ചില തിന്മകൾ നമ്മുടെ മനസ്സിനെ ചിന്നിപ്പിക്കും, എണീറ്റ് നിൽക്കാൻ കഴിയില്ല. ബാക്കിയുള്ളവരുടെ മുമ്പിൽ ആത്മാർത്ഥമായി മുഖത്തോട് മുഖം നോക്കി, കണ്ണിലേക്ക് നോക്കി, ഞാൻ ആദരിക്കുന്ന വ്യക്തിക്ക് മുമ്പിൽ സംസാരിക്കാൻ കഴിയാതെ കടന്നു വരും. പ്രിയപ്പെട്ടവരെ, സെക്സിന്റെ ലോകത്തേക്ക് ഒരു വേള കടന്നു വരേണ്ട പ്രായമല്ല നമ്മുടേത്, കുറച്ചുകൂടി ഉണ്ട് അനുവദിക്കപ്പെട്ടതിലേക്ക്. പക്ഷേ അറിയുക, ചില സൈറ്റുകളിലൂടെ നമ്മുടെ കണ്ണ് പരതുന്നുണ്ടെങ്കിൽ ആ കണ്ണിന്റെ പരതൽ ശരീരത്തെ ബാധിക്കുന്നുണ്ട് എന്നും, നമ്മുടെ മസ്തിഷ്കം ചുരുങ്ങി വരുന്നുണ്ടെന്നും, നമ്മുടെ ബ്രെയിനിന്റെ പവർ കുറഞ്ഞു വരുന്നുണ്ടെന്നും, ശാരീരികമായ ഒരുപാട് പ്രതിസന്ധികൾ വരും കാലഘട്ടത്തിലെ കുടുംബ ജീവിതത്തിലും അല്ലാതെയും എനിക്ക് വരാനുണ്ട് എന്നും ഈ ഒരു പിക്ചർ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അറിയുക.
മൂന്നാമത്തൊരു ചിത്രം കൂടി നിങ്ങളൊന്ന് കാണൂ. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞാൽ തിന്മയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. ഒരു വേള ഒരു ബൈക്കെടുത്ത് 80 സ്പീഡിൽ നമ്മൾ ഹൈവേയിൽ പോയി ഒരു പാണ്ടി ലോറിയുടെ അടിയിൽപ്പെട്ടാലും എന്താ സംഭവിക്കുക എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും. ഏറി വന്ന ഓൻ ബെഡിൽ അനങ്ങാതെ കിടക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ ഖബറിൻ്റെ അടിയിൽ ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ തിന്മയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? തിന്മയെ എന്താ റിസൾട്ട് എന്ന് നമുക്ക് പ്രവചിക്കാൻ മുൻകൂട്ടി പറയാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അറിയോ നിങ്ങൾക്ക്, ഞാനെന്നും ഓർക്കുന്നു, ഒരു പെൺകുട്ടി മാത്രമുള്ള ഒരു മാതാവും പിതാവും അവരുടെ ജീവനായിരുന്നു. ആ നാട്ടിൽ അറിയപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അവരുടെ മുമ്പിലൂടെ പോകുന്ന മുഴുവൻ ആളുകളുമായും അവർ സൗഹൃദം സ്ഥാപിക്കാറുണ്ട്. നാട്ടിൽ അറിയപ്പെട്ട സൽസ്വഭാവികളായി അറിയപ്പെടുന്ന ഒരു കുടുംബം. ഒരു സുപ്രഭാതത്തിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഏതാനും സമയം പിന്നിടുമ്പോൾ നാട്ടുകാർ കേട്ടൊരു വാർത്ത എന്താണെന്നോ? അതെ, കുറച്ചപ്പുറത്ത് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് നടന്ന ഒരു സംഭവം കൂടിയാണ്. കുറച്ചപ്പുറത്ത് ആരുമില്ലാത്ത, സ്റ്റേഷനൊന്നും ഇല്ലാത്ത ഒരു ട്രാക്കിൽ 2 ജഡങ്ങൾ കിടക്കുന്നുണ്ട്. തല വെച്ചതാണ് ട്രെയിനിന്. ഇപ്പറഞ്ഞ ഈ പെൺകുട്ടിയുടെ പിതാവും മാതാവുമായിരുന്നു അത്. ആ നാട്ടുകാർ ഒന്നടങ്കം ഞെട്ടി. പതിയെ എന്താണ് സംഭവിച്ചത് എന്ന് കുടുംബത്തിന്ന് പുറമേ വരാൻ തുടങ്ങി. ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, ആ പെൺകുട്ടിക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിന് യോജിച്ചതായിരുന്നില്ല. കുടുംബത്തിനല്ല, അവൾക്കും യോജിച്ചതായിരുന്നില്ല അത്. ജീവിത എക്സ്പീരിയൻസ് ഉള്ള ബാപ്പയും ഉമ്മയും കുടുംബക്കാരും ഒന്നിച്ചിരുത്തി സംസാരിപ്പിച്ചു അവളെ കൊണ്ട്. അവൾ അതിൽ വാശിയായിരുന്നു, അത് തന്നെ മതി എന്നായിരുന്നു. പിറ്റേ ദിവസം മാതാവും പിതാവിൻ്റെയും തീരുമാനം, മുസ്ലിം കുടുംബമാണ്, ഒരു മുസ്ലിം കുടുംബമായിരുന്നു. അവർ പതിയെ പോയി വെച്ചു. ഇപ്പോഴും ആ നാട്ടിൽ ഈ പെൺകുട്ടി ജീവിക്കുന്നു. ഇന്നും ഓരോ നാട്ടുകാരും അവളെ കാണുമ്പോൾ നേരിട്ടല്ല മനസ്സിൽ പറയാറുണ്ട്, സ്വന്തം അമ്മയെ കൊന്നവൾ, സ്വന്തം അച്ഛനെ കൊന്നവൾ എന്ന്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ കുട്ടി ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ തിന്മക്ക് ഇത്രയേറെ വലിയ ദുരന്തം വരാനുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മൾ അറിയുക, ഏത് തിന്മയാണെങ്കിലും, ലഹരിയാണെങ്കിലും, പ്രണയമാണെങ്കിലും, അതല്ലാത്ത ഏത് മേഖലയായിരുന്നാലും തിന്മക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുകൂടി നമ്മൾ അറിയുക. ഒരു പിക്ചർ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ഗ്രീഫ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ്റെ പ്രായം നിങ്ങളൊന്ന് കണക്ക് കൂട്ടണം. എന്തായാലും നമ്മുടേതല്ല ഈ പ്രായം എന്നറിയാം. എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി ഇപ്പോൾ അദ്ദേഹം വാവിട്ട് കരഞ്ഞ് പടച്ചവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കുന്നു, ഈ ഇത്രയേറെ പ്രായം ചെന്ന, തൊലി ചുക്കിച്ചുളിഞ്ഞ, താടി നരച്ച ഈ മനുഷ്യന്റെ കുറ്റബോധം എന്തായിരിക്കാം അള്ളാഹുവിനോട് പറയുന്നുണ്ടാവുക? ആ മനുഷ്യന്റെ 65-ാമത്തെ വയസ്സിലോ 48-ാമത്തെ വയസ്സിലോ 50-ാമത്തെ വയസ്സിലോ ആ മനുഷ്യൻ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ചോ തിന്മകളെക്കുറിച്ചോ ആവുമോ അള്ളാഹിനോട് തൗബ ചെയ്യുന്നുണ്ടാവുക? അല്ല പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ആവതുള്ള കാലത്ത് അദ്ദേഹം ചെയ്ത തിന്മയെക്കുറിച്ചാകാം. ഞാൻ ഇന്നും ഓർക്കുന്നു, തൃശ്ശൂർ ജില്ലയിലെ തല ഉയർത്തി നിൽക്കുന്ന ഒരു മസ്ജിദിൽ ഒരു തറാവീഹിന് ശേഷം ഒരു 10 മിനിറ്റ് സമയം ക്ലാസ് എടുത്ത് തൗബ എന്ന വിഷയം പടച്ചോനോട് ഏറ്റു പറഞ്ഞാൽ അള്ളാഹ് പുറത്തു തരും എന്ന വിഷയം പറഞ്ഞിറങ്ങിയപ്പോൾ തറാവീക്ക് ശേഷം കാവയുള്ള ഈത്തപ്പഴമുള്ള ഒരു പള്ളിക്ക് പുറത്ത് ഒരു ഗ്ലാസ് കാവയെടുത്ത് വലത് കൈയിൽ ഒരു ഈത്തപ്പഴവും എടുത്ത് അതിൻ്റെ പള്ളിയുടെ പുറത്തൊരു സ്റ്റെപ്പിൽ ഇങ്ങനെ ഇരുന്ന് കുടിക്കുമ്പോൾ ഒരു മനുഷ്യൻ പള്ളിൻ്റെ ഒരു മൂലയിൽ നിന്ന് നിരങ്ങി നടക്കാൻ കഴിയാത്ത പ്രായം ചെന്ന നിരങ്ങി വരുന്ന ഒരു മനുഷ്യൻ പതിയെ പുറത്തേക്കിരുന്ന് ആ തിണ്ടത്തിരുന്ന് ഇന്നെങ്ങനെ കൈകൊണ്ട് വിളിച്ചു. ഞാൻ അടുത്തു പോയിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊന്ന് എനിക്ക് വേണ്ടി നല്ലോണം പ്രാർത്ഥിക്കണം ഇട്ടോളിയും. ഞാൻ ചോദിച്ചു, എന്താണെന്ന് നിങ്ങളെന്ന് പറഞ്ഞ വിഷയം എനിക്ക് വല്ലാത്ത മനസ്സ് കൊണ്ടുപോകും. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ? ഉണ്ട് ഒരുപാട്. എപ്പോഴത്തെയാണ്? ഇപ്പോഴത്തെയാണോ? അല്ല, ആവതുള്ള കാലത്ത് ചെയ്തത് ഇപ്പോഴും അങ്ങനെ കുറ്റബോധമായി മനസ്സിക്ക് വരുന്നു എന്നാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് കുറ്റബോധമില്ലാതിരിക്കാൻ നമ്മുടെ 12 കൊല്ലം, ഇനിയുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഒരു 15 കൊല്ലം ഏത് പ്രതികൂലമായ തിന്മയുടെ സാഹചര്യങ്ങൾക്കുള്ളിലും പിടിച്ചു നിൽക്കണം, കടിച്ചു പിടിക്കണം. നോക്കേണ്ടതില്ലാത്തിടത്തേക്ക് നോക്കേണ്ടതില്ലാത്ത പോലെ, ചെയ്യേണ്ടതില്ലാത്തത് ചെയ്യാതെ കുറച്ച് പണിയാ പ്രിയപ്പെട്ടവരെ. ഗാങ്ങിൽ 10 ആളുണ്ടെങ്കിൽ അതിൽ വേറിട്ട് നിൽക്കാൻ കഴിയണം. ഗാങ്ങിൽ 10 ഗേൾസ് ഉണ്ടെങ്കിൽ അതിൽ വേറിട്ട് നിൽക്കാൻ കഴിയണം.
ഗ്രൂപ്പിലെ ചർച്ചയ്ക്ക് ചില സമയത്ത് സൈലന്റ് ആവേണ്ടി വരും, ചില സമയത്ത് ലെഫ്റ്റ് ആവേണ്ടി വരും. അതുപോലെ തന്നെ ലോക്കുകളില്ലാത്ത ഒരു സോഷ്യൽ മീഡിയയുടെ ലോകത്ത് നമ്മൾ ജീവിക്കേണ്ടി വരും. എങ്ങനെയായിരുന്നാലും കടിച്ച് പിടിച്ച് നിങ്ങൾക്ക് ഒരു 10-12 കൊല്ലം, നമ്മുടെ ഇപ്പോഴുള്ള ജീവിതത്തിലെ ഒരു 10-12 കൊല്ലം നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ കുറ്റബോധമില്ലാത്ത, മനസ്സ് കുറ്റപ്പെടുത്താത്ത, സുന്ദരമായ, ഹാപ്പിയായി ജീവിക്കാൻ കഴിയുന്ന ഒരു ലൈഫ് ഇവിടെയും കിട്ടും, പരലോകത്തും കിട്ടും. പ്രിയപ്പെട്ടവരെ, 2-3 മാർഗങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ഒന്നാമത്തെ മാർഗം സ്ക്രീനിൽ കാണുന്നത് തന്നെയാണ്. നോക്കൂ നിങ്ങൾ, തിന്മകളുടെ സ്ലോട്ടുകളിലേക്ക് നന്മകളെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയണം. ഉണ്ട്, ക്യാമ്പസിൻ്റെ വരാന്തകളിലും ക്യാമ്പസിൻ്റെ 5-6 മണിക്കൂറുകൾക്കിടയിൽ ചില സ്ലോട്ടുകൾ തിന്മയുടേതാണ്. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പുള്ള ചില സമയങ്ങളിലെ സ്ലോട്ടുകൾ തിന്മകളുടേതാണ്. ഇന്റർവെല് സമയത്തും ലഞ്ച് ബ്രേക്കിലും, അതല്ല കോളേജ് വിട്ടിട്ടുള്ള കറങ്ങലിലും, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുമൊക്കെ ചില സ്ലോട്ടുകളുണ്ട് തിന്മകളുടേത്. അവിടേക്ക് പ്രിയപ്പെട്ടവരെ ഒന്നും വേണ്ട. നോക്കൂ, ഇന്റർവെൽ സമയത്ത് നമ്മളോടൊത്ത് ചേർന്ന് വന്നിരിക്കാൻ ശ്രമിക്കുന്ന, ആൺകുട്ടിയായ എന്നിലേക്ക് ചേർന്നിരിക്കാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവിടെ എൻ്റെ തിന്മയുടെ സ്ലോട്ടാണ്. ആയിരിക്കേണ്ട സ്ഥാനത്ത് നിന്ന് ഒരു പക്ഷേ എണീറ്റ് പുറത്തു പോകേണ്ടി വരും. MBBS പഠിക്കുന്ന, കേരളത്തിന് പുറത്ത് MBBS പഠിക്കുന്ന, ദീനിയായി ചിന്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, നിങ്ങളെപ്പോലുള്ള സ്റ്റുഡൻ്റ് പറഞ്ഞ എന്താണെന്നറിയോ, ക്ലാസ്സിലൊക്കെ ഒന്നുകൊണ്ട് ജിഹാദാണ്. ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ജിഹാദാണ്. ഒരു ഇൻ്റർവെൽ സമയത്ത് എന്നല്ല, ടീച്ചേഴ്സ് ലെക്ചറിങ് നടത്തുന്ന സമയത്ത് പോലും ജിഹാദാണ്. ചിലയിടത്തുനിന്നൊക്കെ എണീറ്റ് ചില ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പുറത്തിറങ്ങേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മളെ ദീനും കൊണ്ട് ഓലൻ പോകുന്ന പറഞ്ഞത്. അവ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. പല കുട്ടികളും ബാഗ് പരിശോധിക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് കാണാൻ പറ്റാത്തതും ചില നിരോധന ഉറകളൊക്കെ ഉണ്ട് എന്ന് അവൻ പറയുമ്പോൾ ക്യാമ്പസിൻ്റെ ഒരു ചിത്രം നമ്മൾ മുന്നിൽ കണ്ടേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തത് അതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ നമുക്കറിയാം ഏതാണ് തിന്മയുടെ സ്ലോട്ടുകൾ എന്ന്. ആ സ്ലോട്ടുകളെ അവിടെ നിന്ന് മായ്ച്ച് അവിടേക്ക് നന്മകളെ ഫിറ്റ് ചെയ്യാൻ, റീപ്ലേസ് ചെയ്യാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ പരിഹാരം പ്രിയപ്പെട്ടവരെ, തൻ്റെ പടച്ചവനുമായുള്ള ബന്ധം ഒന്ന് റീകണക്റ്റ് ചെയ്യണം. അത് കണക്ഷനോട് കൂടിയിട്ടാണ് നമ്മൾ ദുനിയാവിലേക്ക് വന്നത്. എവിടെയോ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ റീകണക്റ്റ് ചെയ്യണം. അതിൽ പ്രധാനം നിസ്കാരം തന്നെ. പ്രിയപ്പെട്ടവരെ, ഒരു വേള ഇന്ന് ഇവിടെ ആരൊക്കെയാണ് സുബഹ നമസ്കരിച്ചത് എന്ന് ചോദിച്ച് കൈകൾ ഉയർത്താൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ കൈകൾ ഉയർത്തിയേക്കാം ഭൂരിഭാഗവും. പക്ഷെ ഒന്നുകൂടി മൈന്യൂട്ടായി, ആരാണ് കൃത്യസമയത്ത് സുബഹിൻ്റെ സമയത്ത് സുബഹ നിസ്കരിച്ചവരാരാ എന്ന് ചോദിച്ചാൽ ആ കൈ ഉയർത്തിയവരിൽ ചില ആൾക്കാർ കൈ താഴ്ത്താനുണ്ടാവും. അതുകൊണ്ട് എഴുതി വെക്കുക പ്രിയപ്പെട്ടവരെ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. തിന്മകളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നൊരു ഘടകമുണ്ടെങ്കിൽ അത് നിസ്കാരാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആസ്വദിക്കാൻ കഴിയണം. ക്യാമ്പസിൻ്റെ അകത്ത് ലുഹറിൻ്റെ സമയത്ത് ലഞ്ച് ബ്രേക്കിന് വേണ്ടി നമ്മളെ വിടുമ്പോൾ വേണ്ട, സമീപത്തുള്ള പള്ളിയിലേക്ക് പോകാനുള്ളൊരു മനസ്സ് ഇല്ല. ക്ലാസ് റൂമിൻ്റെ ഒരു മൂലയിൽ തൻ്റെ ഷാളൊന്ന് വിരിച്ച് അവിടെയൊന്ന് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഒരു 8 സുജൂദ് ചെയ്യാൻ മനസ്സ് കാണിക്കുന്ന ഉണ്ട് പ്രിയപ്പെട്ടവർ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരുണ്ട്. അള്ളാഹു ബർക്കത്ത് ചൊരിയുമാറാകട്ടെ. അതിലേക്ക് നമ്മൾ വരണം. നിങ്ങൾക്കറിയോ സുബഹിൻ്റെ സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ എണീക്കാത്തത് എന്ന് നേരത്തെ സംസാരത്തിൽ വന്നു. വൈകി ഉറങ്ങും തോറും പിന്നെ 5 മണിക്കാകും, പിന്നെ കിടന്നുറങ്ങാൻ പോക്ക് എന്ന് പറഞ്ഞല്ലോ. എന്നതുപോലെ സുബഹിക്ക് ഫ്രഷായ ഒരു മൈൻഡുമായി, തുറന്ന മനസ്സുമായി റബ്ബിൻ്റെ മുമ്പിൽ 4 സുജൂദ് ചെയ്യേണ്ട, 2 റുക്കൂ ചെയ്യേണ്ട, 2 റക്അത്ത് നമസ്കരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. അള്ളാൻ്റെ റസൂല് ലോകത്തുനിന്ന് വിട പറയാൻ തയ്യാറായി നിൽക്കുകയാണ്. അള്ളാൻ്റെ റസൂല് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. അതേ, ബോധം ഇങ്ങനെ പോവുന്നുണ്ട്, ബോധം തിരിച്ചു വരുന്നുണ്ട്, വീണ്ടും ബോധം പോകുന്നുണ്ട്. ആയിഷ ബീവിയോടും സ്വഹാബത്തിനോടും റസൂല് പറഞ്ഞു, ആയിഷ, സ്വഹാബത്തെ, എൻ്റെ തലയിലൂടെ നിങ്ങളൊരു കുടം വെള്ളമൊഴിക്കൂ. പ്രവാചകൻ്റെ അനുയായികൾ, സഖാക്കൾ അത് കൃത്യമായി നിർവഹിച്ചു. വുളു എടുത്തു. വീണ്ടും അത് അദ്ദേഹത്തിൻ്റെ ബോധം പോകുന്നു. തിരിച്ചു കിട്ടുമ്പോൾ റസൂലുള്ള ചോദിക്കും, മനുഷ്യന്മാർ, ആളുകൾ നമസ്കരിച്ചോ? അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ ആയിഷ? അപ്പോൾ ആയിഷ ബീവി പറയും, ഇല്ല നബിയെ, അവരിങ്ങളെ കാത്തിരിക്കുകയാണ്. അവസാനം എന്നെ കൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ റസൂലുള്ള പറയും, ആയിഷ, ഉപ്പ അബൂബക്കറിനോടൊന്ന് ഇമാം വെക്കാൻ പറയാം,
എന്നിട്ടൊന്ന് നിസ്കരിക്കാൻ പറ ജനങ്ങളോട് എന്നാണ്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട 2 സ്വഹാബികളുടെ ഷോൾഡറിലേക്ക് 2 കൈയും കൊടുത്ത് പ്രവാചകന്റെ കാല് മണലിലൂടെ ചിത്രം വരച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോയ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കിട്ടുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് കാരണമായ കുത്തേറ്റത് ഈ സുബഹിന്റെ സമയത്തായിരുന്നു എന്നാണ്. സുബഹിന്റെ സമയത്ത് ജമാഅത്ത് നമസ്കരിക്കാനുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഇരുതല മൂർച്ചയുള്ള അതേ കത്തി കയറി ഇറങ്ങുന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്നറിയാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായപ്പോൾ സ്വഹാബക്കളുടെ കൂട്ടത്തിന് ഒരാൾ പറഞ്ഞു അത്രേ, അദ്ദേഹത്തിന് ബോധമുണ്ടോ ജീവിതമുണ്ടോ എന്നറിയാൻ, ജീവനുണ്ടോയെന്നറിയാൻ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്നാണ്. നിസ്കാരം അമീറുൽ മുഅ്മിനീൻ അസ്സലാ അസ്സലാ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു എന്നും അതിനു വേണ്ട നടപടികൾ പൂർത്തീകരിച്ചു എന്നുമൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ളത് കേൾക്കാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അപകടകരമാണ് എന്ന് നമ്മൾ അറിയുക. അതുപോലെ തന്നെ ദിക്റുകളുടെ വിഷയത്തിൽ തിന്മയിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അറിയാം, ചില ചുണ്ടുകൾ ഇവിടെ നിന്ന് ചലിക്കുന്നുണ്ട്. രാവിലെ 100 തവണ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാച് അകന്നു പോകുമെന്നാണ്. പിശാച് ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവില്ല. പടച്ചവന്റെ ഒരു പ്രൊട്ടക്ഷൻ അവിടെ ഉണ്ടാവും. വൈകുന്നേരം അത് നിർവഹിച്ചാൽ 100 തവണ പിറ്റേ ദിവസം രാത്രി വരെ 10 മണിക്ക് ഓഫാക്കി സ്ക്രീൻ ടൈം ഓഫാക്കി കിടക്കണം എന്ന് വിചാരിച്ചിട്ടും 4, 3, 2 മണിയിലേക്ക് ലോങ് ടൈമായി മൊബൈൽ യൂസിങ് പോകുമ്പോൾ ചാരത്ത് നമ്മൾ കാണാതെ നമ്മളോടൊപ്പം ഏൽപ്പിക്കപ്പെട്ട ഒരു പിശാച് ഉണ്ടെങ്കിൽ അവനെ അകറ്റാൻ പവർഫുള്ളായ ഒരു ദിക്ർ എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുമ്പോൾ നന്മയിലേക്ക് ചലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മാർഗം കൂടി, നമ്മളെ ജനിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മളൊന്ന് നിന്നു കൊടുക്കണം എന്നുള്ളത് തന്നെ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. എപ്പോഴും ഇന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി കുറേ ആഗ്രഹം പ്രകടിപ്പിച്ച നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നും ആലോചിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ഞാൻ ജോലി നോക്കുന്ന ഒരു ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിലെ 8E 2 സ്റ്റെപ്പ് കയറി സെക്കൻഡ് ഫ്ലോറിലുള്ള സ്കൂളിൻ്റെ 2ാമത്തെ നിലയിലേക്ക് ഇങ്ങനെ ചെന്ന് 2ാമത്തെ ബെഞ്ചിലെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നവനെ കാണുന്നില്ല. ഒരു തിങ്കളാഴ്ചയായിരുന്നു അത്. ഞാൻ ചോദിച്ചു, അവനെവിടെ? സർ, അവൻ്റെ ഉമ്മ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം മരണപ്പെട്ടു. ഞാൻ ചോദിച്ചു, നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ. ഇല്ല സർ, പിന്നെ സാറ്റർഡേയും സൺഡേയുമായിരുന്നല്ലോ, അതുകൊണ്ടാണ്. അന്ന് വൈകുന്നേരം ഞങ്ങൾ അവൻ്റെ വീട്ടിൽ പോയി. അവൻ സ്കൂളിലേക്ക് വന്നത് പിറ്റത്തെ മൺഡേയായിരുന്നു, തിങ്കളാഴ്ചയായിരുന്നു. പതിയെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഭക്ഷണം കഴിച്ച് ഗ്രൗണ്ടിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു 100 മീറ്റർ, ഒരു 200 മീറ്റർ നടന്നാൽ റോഡ് സൈഡിൽ ഒരു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോൾ ഞാൻ ക്ലാസ്സിൽ കൂടെ പോയി അവൻ്റെ ഷോൾഡറിലും കൈയിട്ട് പതുക്കെ സ്റ്റെപ്പ് ഇറങ്ങി ആ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവനോട് ചോദിച്ചു, അല്ലടാ ഉമ്മക്ക് എന്തായിരുന്നു? സർ, എൻ്റെ അമ്മക്ക് ക്യാൻസർ ആയിരുന്നു. എൻ്റെ അമ്മ മരിക്കുന്ന ഞങ്ങളോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഉമ്മൻ്റെ മരണം. പക്ഷേ പ്രതീക്ഷിച്ചിരുന്ന മരണമായിട്ടും ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോൾ സർ, ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. ആദ്യമൊക്കെ സ്കൂൾ വിട്ട് ഒരു 6-6:30 മഗ്രിബൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലെത്തുക, കളിയും സംഗതിയൊക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴും അങ്ങനെ പോകുമ്പോഴും സർ, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തോ ഒരു കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ചില വിളക്കുമാടങ്ങൾ അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കെടാവിളക്കുകൾ അവിടെയുണ്ട്. അവർ അസ്തമിക്കുന്നതിന് മുമ്പേ തീർക്കേണ്ടത് തീർത്തിട്ടില്ല എങ്കിൽ, ചെയ്ത് അവസാനിപ്പിക്കേണ്ടത് അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ, കുത്തുവാക്കുകളും പിണക്കങ്ങളും വേണ്ടാത്തരങ്ങളും അഴിഞ്ഞാട്ടങ്ങളും അവിഹിതങ്ങളും അവരുടെ മനസ്സുകളെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട് പലരും ഇറങ്ങിപ്പോയപ്പോഴും വാർദ്ധൊലിക്കുന്ന കണ്ണുനീരുമായി ചില മാതാക്കളും പിതാക്കളും സംസാരിക്കുമ്പോഴും അതൊന്നും കാണാത്ത ചില മക്കളാണ് നിങ്ങളെങ്കിൽ, ഇല്ല പ്രിയപ്പെട്ടവരെ, എവിടേക്കും എത്തില്ല, എവിടേക്കും വളരാനില്ല. ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും
നമുക്കൊന്നും ചെയ്യാനില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ട് ആദ്യം പേരൻസിനോട് അഫെക്ഷൻ നമ്മളൊന്ന് ഉണ്ടാക്കണം. ഉമ്മനെ ചാരത്തിരുത്തി, ബാപ്പനെ ചാരത്തിരുത്തി, ബാപ്പിന്റെ മടയിൽ കടന്ന് ബാപ്പയൊന്ന് ഉമ്മ കൊടുത്ത് ഒരു അഫെക്ഷൻ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു അറ്റൻഷൻ ഉണ്ടാവണം. ഉമ്മൻ്റെയും ഉപ്പൻ്റെയും വിഷയത്തിൽ നമുക്ക് ചില ശ്രദ്ധകൾ ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മൾ മക്കള് ചിലയിടത്തേക്ക് എത്തി, ആ ചിലയിടങ്ങളിൽ എത്തിയത് കണ്ട് അവർ സ്വയം പ്രോത്സാഹനം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തണം. എന്തായാലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണം പ്രിയപ്പെട്ടവരെ. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്? ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എത്ര അഡ്ജസ്റ്റ്മെൻറ്റ്? നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്നും ചില ഫ്രണ്ട്സിനെ മുന്നോട്ട് ഒപ്പം കൊണ്ടുപോകാൻ എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, ബാപ്പയും ഉമ്മയും തന്തവൈബാകട്ടെ തള്ളവൈബാവട്ടെ, അവരില്ലാത്തൊരു ലോകം ഇപ്പോൾ വൈബ് ഉണ്ടാവില്ല നമുക്കൊരു പക്ഷേ ആ വൈബ് നഷ്ടപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കറിയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് 4th സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസറിൻ്റെ റിപ്പോർട്ടുമായി കേരളത്തിൽ നിന്ന് നിങ്ങളെപ്പോലൊരു ചെറുപ്പക്കാരൻ അങ്ങ് വെല്ലൂരിലേക്ക് ഡോക്ടറെ കാണിക്കാൻ പോകുന്നുണ്ട്. 2 പേരോടും സംസാരിച്ചിട്ട് ഉമ്മനോടൊന്ന് പുറത്തിരിക്കാൻ പറഞ്ഞു. ഡോക്ടർ മോനോട് സംസാരിക്കാണ്. ഡിഗ്രി പ്രായക്കാരനാണ്, സൈഡായിട്ടൊരു ജോബുണ്ട്, കുടുംബം നോക്കണോനാ. അവനോട് ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഇത്ര പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് വരണ്ട. അപ്പോൾ അവന് മനസ്സിലായി ഉമ്മൻ്റെ മെഡിക്കലി തീർന്നിട്ടുണ്ട് ആയുസ് എന്ന്. അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സർ എൻ്റെ അമ്മക്ക് 3 മാസം കിട്ടുമെന്ന്. പ്രിയപ്പെട്ടവരെ, തന്നെ ജനിപ്പിച്ച് തന്നെ താനാക്കിയ തന്നോടൊപ്പം ഇരിക്കുന്ന സ്നേഹനിധിയായ ഉമ്മൻ്റെ ആയുസ് ചോദിക്കുകയാണ്, സർ 3 മാസം ഉണ്ടോന്ന്. അയാൾ ഒന്നും പറഞ്ഞില്ല എന്നാണ്. വീണ്ടും ചോദിച്ചു, അത്ര 2 മാസം. അയാൾ തലയാട്ടി നല്ല എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത ചോദ്യം എന്താണെന്നറിയോ? സർ എൻ്റെ അമ്മച്ചിക്ക് 1 മാസം ഉണ്ടോന്നാ. അയാളൊന്ന് പുഞ്ചിരിച്ചു. എത്രയും ആ പുഞ്ചിരി അവൻ്റെ മനസ്സിലുണ്ടാക്കിയ ചില വിപ്ലവങ്ങളുമായി ട്രെയിനിൽ ചാരത്തുമ്മനെയും ഇരുത്തി അവൻ തൻ്റെ നാട്ടിലേക്ക് വന്ന് അവൻ പഠിക്കുന്ന കോളേജിലേക്ക് ലീവ് ലെറ്റർ എഴുതി കൊടുത്ത്, ജോബ് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് ലീവ് ലെറ്റർ കൊടുത്ത് ഉമ്മയോടൊപ്പം ചാരത്തിരുത്തി സന്തോഷിപ്പിച്ച ഒരു മകന്റെ ചരിത്രമുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടേക്ക് നമ്മൾ ഉമ്മനെയും ഉപ്പയെയും പരിഗണിക്കുന്നൊരവസ്ഥയിലേക്ക് വന്ന് അവരുടെ ഒരു പ്രാർത്ഥന നമുക്ക് അനുകൂലമാക്കിയിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിന അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.